ഹായ് ഫ്രണ്ട്സ്, മാങ്ങ സീസണാണ്. എവിടെ നോക്കിയാലും ഇപ്പോൾ മാങ്ങ മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ നമ്മൾ മാങ്ങ കൊണ്ടുവന്ന് രണ്ട് ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികളുടെ ഫേവറേറ്റ് ആയ ഐസ്ക്രീമും ഒരു സാഗോ ജ്യൂസുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് ഗുജറാത്തിലെ ഫേമസ് ആയിട്ടുള്ള മാങ്ങയാണ് കേസർ മാംഗോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു 2-3 മാങ്ങയുടെ ആവശ്യമുള്ളൂ നമുക്കിത് തയ്യാറാക്കാനായിട്ട്. 2-3 മാങ്ങ എടുത്തിട്ട് ഞാനിന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സാഗോ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ചൗവരിയാണ് വേണ്ടത്. അപ്പോൾ ചൗവരി ഒരു 1/2 കപ്പ് ഒരു 2 മണിക്കൂർ നേരം കുതിർത്ത് എടുത്തിട്ടുള്ളതാണ്. വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ല വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടും. അപ്പം വെള്ളം ഒന്ന് ചൂടായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് റെഡിയായി കിട്ടും. ഇത് നമുക്കിത് അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത് ഒന്ന് തിളയ്ക്കുമ്പോൾ ഈ സാഗോ എല്ലാം അങ്ങ് മുകളിലേക്ക് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി വരും. അപ്പോൾ അതാണ് ഇതെല്ലാം പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വെള്ളം അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ തന്നെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നോർമൽ വാട്ടർ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വരും. പിന്നെ ഇതൊന്ന് തണുത്ത് വരട്ടെ. നമുക്ക് ആ മാങ്ങകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു ഈ മാങ്ങോ ജ്യൂസ് നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ജ്യൂസിന് വേണ്ടിയിട്ട് ഒരു 3 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത് വലിയ പീസാക്കി ഒന്ന് സ്ലൈസാക്കി എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ പിച്ചാത്തി കൊണ്ട് ലൈൻ കൊടുത്ത് സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് നമുക്ക് സ്ലൈസാക്കി എടുക്കാം. അതുപോലെ ഒട്ടും വേസ്റ്റ് ആവുകയുമില്ല. ഒരു 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം മധുരത്തിന് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അഴിച്ചെടുത്തിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഒരുപാട് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എടുക്കുന്ന മധുരം കുറവാണെങ്കിൽ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ പഞ്ചസാരയോ കണ്ടൻസ് മിൽക്കോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ബൗളിലേക്കോ ഒരു പാത്രത്തിലേക്കോ സാഗോ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേവിച്ച് വെച്ച സാഗോ ആദ്യം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മാംഗോ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ല തിക്കായിട്ടുള്ള ഒരു ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ മാറും. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കാണാൻ. നല്ല മുത്തുമണികൾ ഇങ്ങനെ കിടക്കുന്ന കാണാൻ വളരെ ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി കൊടുക്കൂ. അപ്പം ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതേ രീതിയിൽ തയ്യാറാക്കി കൊടുക്കാൻ വളരെ ഈസിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. സാഗോ ഒക്കെ വേവിച്ച് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ കുറച്ച് മാംഗോ പ്യൂരി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മാംഗോ സ്ലൈസും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മാംഗോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുകളിൽ വീണ്ടും ഇതേ രീതിയിൽ സ്ലൈസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതേ രീതിയിൽ ഞാൻ 2 ഗ്ലാസ്സിലാണ് നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മളൊരു 4 പേർക്ക് കഴിക്കാനുള്ള ജ്യൂസ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതേ അളവിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ കുറച്ചുകൂടെ ലൂസാക്കിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ 4 പേർക്ക് അല്ല 6 പേർക്ക് വരെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിൽ തയ്യാറാക്കി കുടിച്ചു നോക്കൂ. നല്ല തണുത്ത ജ്യൂസ് മനസ്സും ശരീരവും തണുക്കാൻ ഏറ്റവും നല്ലതാണ്. ക്ഷീണവും മാറും. അപ്പോൾ ഒന്ന് തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കൂ. മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഒരു ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കാം. ഒട്ടും ഫുഡ് കളറും ഒന്നും ചേർക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കാം. അപ്പോൾ ഞാനിപ്പോൾ മാങ്ങ സ്ലൈസ് ചെയ്ത് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കളറുണ്ട്, നല്ല മധുരമുള്ള മാങ്ങയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം ഇവിടെ ഫേമസ് ആയ മാങ്ങയാണ് കേസർ കേരി. പിന്നെ നമ്മുടെ നാട്ടിൽ പോലും ഒരുപാട് വെറൈറ്റി മാങ്ങകളൊന്നും ഞാനിവിടെ കാണാറില്ല. ഇങ്ങനെ കേസറും പിന്നെ വേറെ 1-2 മാങ്ങകളും കൂടി ഇവിടെ അങ്ങനെ കാണാറുള്ളൂ. ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ട് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മിക്സഡ് ജാറിലേക്ക് മാങ്ങകൾ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. മധുരം കുറഞ്ഞ മാങ്ങയാണെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർത്ത് കൊടുക്കാം, ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ. ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു കണ്ടെയ്നറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കണം. ഒരു 8 മണിക്കൂർ വരെ നമുക്കിത് സെറ്റ് ആവാനായിട്ട് നമുക്ക് ഫ്രീസറിലാണ് വെച്ച് കൊടുക്കേണ്ടത്.
ഇനി അതൊന്ന് കവർ ചെയ്യുക. ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രഷ് ക്രീമും ചെറിയ ഇതായിട്ട് കട്ട് ചെയ്ത മാംഗോ സ്ലൈസസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാനങ്ങനെ ഇട്ട് കൊടുത്തേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു 8 മണിക്കൂറൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്താൽ മതി. അപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് തുറന്ന് നോക്കാം. ഞാനൊരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് എടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ടിത് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല കളറും നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്ക് ആർട്ടിഫിഷ്യൽ കളറുകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ഫ്രഷായിട്ടുള്ള ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. കുട്ടികളുടെ ഫേവറേറ്റ് സാധനം ആയതുകൊണ്ട് വെക്കേഷനും കൂടെയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കും. ഒരു 2-3 മാങ്ങയുടെയൊക്കെ ആവശ്യമേ ഉള്ളൂ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ. ഇങ്ങനെ എത്ര വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാമല്ലോ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഞാനിത് എങ്ങനെയാണെന്നൊന്ന് സെറ്റ് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്